BNSSൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾക്ക് പോവാം. CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ PK ലേണിങ്സിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾക്ക് പോവാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സെർച്ചിൻ്റെ ബാലൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 104 തൊട്ടാണ് നമ്മൾ പറയുന്നത്. 104 പറയുന്നു ഡിസ്പോസൽ ഓഫ് തിങ്സ് ഫൗണ്ട് ഇൻ സെർച്ച് ബിയോണ്ട് ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. ബിയോണ്ട് ജൂറിസ്ഡിക്ഷൻ, അധികാരിതയ്ക്ക് വെളിയിൽ വെച്ചിട്ടുള്ള തിരച്ചിലിൽ കണ്ടെത്തുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോടതിയല്ല, ഒരുപാട് കോടതികളുണ്ട്. അപ്പോൾ ഈ കോടതികളുടെ അധികാര പരിധികളുണ്ട്. ഈ ഒരു കോടതി നമ്മൾക്ക് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചൊരു കുറ്റകൃത്യം നടന്നാലും അപ്പോൾ ഈ കുറ്റകൃത്യം നടക്കുന്നത് ചിലപ്പോൾ ഇയാൾ ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് മറ്റൊരു കോടതിയുടെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കും ഈ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് മാറ്റും? അപ്പോൾ എ എന്ന് പറയുന്ന കോടതിയുടെ അധികാരതയ്ക്ക് വെളിയിലുള്ള ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ പോയി സെർച്ച് നടത്തണം. അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ അതെങ്ങനെ ഡയറക്റ്റ് ഇങ്ങ് കൊണ്ടുവരാമോ എന്നൊക്കെയുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 104 അനുസരിച്ച് നമ്മളൊരു സെർച്ച് വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ സെർച്ച് വാറണ്ട് നടപ്പിലാക്കുകയാണ്. ആ വാറണ്ട് നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ദ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ടാണ്. കോടതിയുടെ സാമാന്യമായിട്ടുള്ള അധികാര പരിധിക്ക് പുറത്തുള്ളൊരു സ്ഥലത്താണ്. ഓരോ കോടതിക്കും അതിൻ്റേതായ അധികാര പരിധികളുണ്ട്. അപ്പോൾ ആ അധികാര പരിധിക്ക് പുറത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ എ എന്ന് പറയുന്ന കോടതിയുടെ അധികാര പരിധിക്ക് വെളിയിലുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് നടത്തേണ്ടത്? ഈ പറയുന്ന സെർച്ച് നടത്തേണ്ടത് എന്നുണ്ടെങ്കിൽ എനി ഓഫ് ദ തിങ്സ് ഫോർ വിച്ച് അങ്ങനെ ഈ സെർച്ചുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വസ്തുക്കൾ കാണുന്നോ അതല്ലെങ്കിൽ ഈ എന്തൊക്കെയാണോ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയാണോ നമ്മൾ ഫോർഫീറ്റ് ചെയ്യാൻ പോകുന്നത്, സീസ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ചെയ്യാൻ പോകുന്നത് ഇമ്മീഡിയറ്റ്ലി ടേക്കൺ ബിഫോർ ദ കോർട്ട് ഇഷ്യൂയിങ് ദ വാറണ്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ വാറണ്ട് ഇഷ്യൂ ചെയ്ത കോടതി, അപ്പോൾ എ എന്ന് പറയുന്ന ഒരു കോടതിയാണ് വാറണ്ട് ഇഷ്യൂ ചെയ്തതെങ്കിൽ ഈ വാറണ്ട് കൊണ്ടുപോയി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കി. വാറണ്ട് നടപ്പിലാക്കി എന്തിനുള്ള വാറണ്ടായിരുന്നു? സെർച്ച് നടത്താനുള്ള വാറണ്ടായിരുന്നു. സെർച്ച് നടത്താനുള്ള വാറണ്ട് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ സെർച്ച് നടത്തി എന്നുള്ളതാണ്. സെർച്ച് നടത്തി കൈയും കെട്ടി പോരുമല്ല, അവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരണ്ടേ? അപ്പോൾ ഈ സാധാരണ രീതിയിൽ എന്ത് ചെയ്യണം? ഈ വാറണ്ട് ഇഷ്യൂ ചെയ്ത കോടതിയിൽ തന്നെ ഈ സാധനങ്ങൾ ഹാജരാക്കണം എന്നുള്ളതാണ്. Unless such a place is near to the magistrate having jurisdiction therein than to such a court, in which case the list and things shall be immediately taken before. ഒന്നെങ്കിൽ അപ്പം നമ്മൾ ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നൊരു കോടതി അതിൻ്റെ അധികാര പരിധിക്ക് വെളിയിലുള്ള മറ്റൊരു സ്ഥലത്താണ് അത് സെർച്ച് ചെയ്യാൻ അത് ആവശ്യപ്പെടുന്നത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ആരാണോ ഏറ്റവും അടുത്തുള്ളത് അവിടെ ഈ സാധനത്തെ എന്ത് ചെയ്യണം? ഈ പറയുന്ന തിങ്സിനെ എന്തൊക്കെയാണോ ഈ സെർച്ചുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ അവിടെ നിന്ന് സീസ് ചെയ്തെടുത്തത് അവിടെ കൊണ്ടുപോയി ഹാജരാക്കുക എന്നുള്ളതാണ്. Unless there be good cause to the contrary, such magistrate shall make an order authorizing them to taken to such court എന്നുള്ളതാണ്. ഇനി അതല്ലാത്ത പക്ഷം എന്ത് ചെയ്യണം? അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ വാറണ്ട് ഇഷ്യൂ ചെയ്തെടുത്ത് തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. വാറണ്ട് ഇഷ്യൂ ചെയ്ത കോടതിയാണ് കുറച്ചും കൂടെ അടുത്തെങ്കിൽ അവിടെ കൊണ്ടുവരിക. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് കോടതിയുടെ അധികാര പരിധിയിലാണോ ഉള്ളത് ആ കോടതിക്കൊരു ഓർഡർ ഇട്ടുകൊണ്ട് അവരുടെ അധികാര പരിധിയിൽ നിന്ന് സെർച്ച് ചെയ്ത് കണ്ടെടുക്കുന്ന സാധനങ്ങൾ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കണമെന്ന് പറയാവുന്നതാണ്. ഇനി 105 പ്രകാരം റെക്കോർഡിംഗ് ഓഫ് സെർച്ച് ആൻഡ് സീഷർ ത്രൂ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് അത് എവിഡൻസ് ആയിട്ട് സൂക്ഷിക്കാനുള്ളതാണ്. എപ്പോഴാണോ നിങ്ങൾ സെർച്ചിന് പോകുന്നത് ഇതിനെ എന്ത് ചെയ്യുക? അത് കഴിയുന്നതും അതിനെ മൊബൈൽ ഫോണിൽ, പ്രിഫറബിളി മൊബൈൽ ഫോണിലായിരിക്കണം. പോലീസ് ഓഫീസർ ഒട്ടും ഡിലേ ആക്കാതെ തന്നെ ഇവിടെ നിന്നെടുത്ത് ഈ തെളിവ്, ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൽ റെക്കോർഡ് ചെയ്തത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ആരാണോ നിയറസ്റ്റ് ആയിട്ടുള്ള അവർക്കതിനെ അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. 106 പറയുന്നു പവർ ഓഫ് പോലീസ് ഓഫീസർ ടു സീസ് സർട്ടൻ പ്രോപ്പർട്ടി എന്നുള്ളതാണ്.
ചില വസ്തുക്കൾ പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥനുള്ള അധികാരത്തെക്കുറിച്ചാണ് സെക്ഷൻ 106 പറയാൻ പോകുന്നത്. സെക്ഷൻ 106 പവർ ഓഫ് പോലീസ് ഓഫീസർ ടു സീസ് സർട്ടൻ പ്രോപ്പർട്ടി. ഏത് പോലീസ് ഉദ്യോഗസ്ഥനും മേ സീസ് എനി പ്രോപ്പർട്ടി വിച്ച് മേ ബി അലീഡ് ടു, അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ഒരു മോഷണ വസ്തുവാണ് എന്ന് വിശ്വസിക്കത്തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ മോഷണ വസ്തുക്കളെ എന്ത് ചെയ്യാം, സീസ് ചെയ്യാനും, അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണോ അത്തരത്തിലൊരു സംശയം ഉളവാക്കുന്നത് ആ സാഹചര്യം അനുസരിച്ചിരിക്കും. ആ സാഹചര്യം അനുസരിച്ച് ഇതൊരു മോഷണ വസ്തുവാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഈ സാധനത്തിനെ സീസ് ചെയ്യാം. ഇനി അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇഫ് സബോർഡിനേറ്റ് ടു ദ ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ ഷാൽ ഫോർത്ത് റിപ്പോർട്ട് ടു ദ സീസർ ഓഫ് ടു ദാറ്റ്. അപ്പം ഈ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സുപ്പീരിയർ ഓഫീസറിന് എന്ത് ചെയ്യുക, ഇതിനെ ഞങ്ങൾ ഇന്ന സാധനങ്ങൾ സീസ് ചെയ്തു എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക. ഇനി ഇത് മാത്രമല്ല, ഈ തരത്തിൽ എവരി പോലീസ് ഓഫീസർ ആക്ടിങ് അണ്ടർ സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് അപ്പോൾ ഈ സുപ്പീരിയർ ഓഫീസർ അമ്മാർ അതിൻ്റെ ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൺസേൺഡ് ജൂറിസ്ഡിക്ഷനിലൊരു മജിസ്ട്രേറ്റ് ഞങ്ങൾ ഇന്ന സാധനങ്ങൾ സെർച്ച് നടത്തി അവിടുന്ന് സീസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു റിപ്പോർട്ടേക്ക് അതിനകത്തേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഈ സീസ് ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടികളെ നമ്മൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഡിഫിക്കൽറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി പ്രോപ്പർ അക്കോമഡേഷൻ അതിന് സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അതിനെ കൊണ്ടുവരുമ്പോഴത്തേക്കിന് നശിച്ചു വല്ലതും പോകുമെന്നുണ്ടെങ്കിൽ എവിടെയാണോ ഇതിനെ കണ്ടുകെട്ടിയത് അവിടെ തന്നെ സൂക്ഷിക്കുക, സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ സേഫായിട്ട് സൂക്ഷിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണോ ഇത് പിടിച്ചെടുത്തത്, അപ്പോൾ മതീഷിൻ്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തെങ്കിൽ മതീഷിനോട് തന്നെ സൂക്ഷിക്കാൻ പറയും. വെറുതെ അല്ല, ബോണ്ട് ഉൾപ്പെടെയാണ്. അതായത് ഈ ഡോക്യുമെൻ്റ് ഇവിടെ നിന്ന് കിട്ടിയ ഈ വസ്തുവിനെ നമ്മൾക്ക് പിന്നീട് കോടതിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കോടതിയുടെ പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇതിനെ കൊണ്ടുവന്നല്ലേ പറ്റൂ. സോ ഇത് ആര് തന്നെ സൂക്ഷിക്കണം, ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ആൾ തന്നെ ഉപാധികളോടെ, അതാണ് ബോണ്ട് ഉൾപ്പെടെ എന്ത് ചെയ്യണം, അയാളത് സൂക്ഷിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. ഇനി അതുമാത്രമല്ല, ഇനി ഈ പറയുന്ന പിടിച്ചെടുത്ത വസ്തുക്കൾ, സീസ് ചെയ്യപ്പെട്ട വസ്തുക്കൾ നാച്ചുറലായിട്ട് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന അഴുകിപ്പോകുന്നതൊക്കെ ആയിട്ടുള്ള നാച്ചുറൽ ഡീക്കേ, ഈസി ആയിട്ട് ഡീകമ്പോസ് ചെയ്തൊക്കെ പെട്ടെന്ന് പോകുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സച്ച് പ്രോപ്പർട്ടി, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് തരത്തിലുള്ളതാണെന്ന് അറിഞ്ഞൂടെ, അതിൻ്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഒരു 500 റുപ്പീസിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സോൾഡ് ബൈ ഓപ്ഷൻ ഈ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് തന്നെ അതിനെ എന്ത് ചെയ്യുക, അതിനെ ലേലത്തിൽ കൊടുക്കുക, ഓപ്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഇനി അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് ഈസിലി ഡീകമ്പോസബിൾ ആയിട്ടുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ സ്പീഡി ആൻഡ് നാച്ചുറൽ ഡീക്കേ ആവുന്ന വസ്തുക്കളും 500 രൂപയിൽ താഴെയുള്ള വസ്തുക്കളും ആണെന്നുണ്ടെങ്കിലാണ് അത്രയും പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെ ഓപ്ഷന് കൊടുക്കുക എന്നുള്ളത്. ഇനി സെക്ഷൻ 107 പറയുന്നത്. 107 അറ്റാച്ച്മെൻറ്റ് ഫോർ ഫീച്ചർ അല്ലെങ്കിൽ റിസ്റ്റോറേഷൻ എന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റിഗേഷൻ, അപ്പം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട് ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഡിറൈവ് ചെയ്തിരിക്കുകയോ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുകയോ ചെയ്യുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആസ് എ റിസൾട്ട് ഓഫ് എ ക്രിമിനൽ ആക്ടിവിറ്റി ഓർ ഫ്രം ദ കമ്മീഷൻ ഓഫ് എനി ഒഫൻസ് എന്നുള്ളതാണ്. അപ്പോൾ മതീഷിൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു ഒന്നുകിൽ സ്റ്റോളൺ പ്രോപ്പർട്ടി, അപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടോ അതല്ല അത് ഡയറക്റ്റായിട്ടോ, ചിലപ്പോൾ മതീഷ് നേരിട്ട് ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട ഒരാളായിരിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വഴി ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇത് കയ്യിൽ കിട്ടിയത് എന്നുണ്ടെങ്കിൽ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസിൻ്റെ അനുമതിയോടുകൂടി, അപ്രൂവലോടുകൂടി മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ കോർട്ട് ഓർ ദ മജിസ്ട്രേറ്റ്. അപ്പം കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷനുള്ള കൺസേൺഡ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്നും കമ്മിറ്റ് ഫോർ ദ ട്രയൽ ഓർ ട്രൈ ദ കേസ് ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ഓഫ് സച്ച് പ്രോപ്പർട്ടി എന്നുള്ളതാണ്. അപ്പോൾ
ഒരാളുടെ കയ്യിലിരിക്കുന്ന ആ വസ്തു നമ്മൾ നേരത്തെ കണ്ടല്ലോ, എന്താണ് ഈ സ്റ്റോളൻ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ സീസ് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ സീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യമാണ് പറയുന്നത്, അത് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. അത് ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കയ്യിൽ വന്ന ഒരു സംഗതിയാണെങ്കിൽ അതിനെ എടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾക്കൊരു വാറണ്ട് വാങ്ങിക്കാം എന്നാണ് പറയുന്നത്. ഇനി അതല്ല, ഈ കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ട്. ഈ എവിഡൻസ് എടുത്തതിന് ശേഷം എല്ലാ വസ്തുക്കളുമോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടികളാണോ ഈ ക്രൈമിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വസ്തുക്കളെന്ന് പറയുന്നത്, അത് കോടതിക്കോ മജിസ്ട്രേറ്റിനോ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ഏത് വ്യക്തിയുടെ കയ്യിലാണോ ഇതുള്ളത് അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം ടു ഷോ കോസ് വിത്തിൻ എ പീരീഡ് ഓഫ് 14 days ആസ് ടു വൈ ആൻഡ് ഓർഡർ ഓഫ് അറ്റാച്ച്മെൻറ്റ് ഷാൾ നോട്ട് ബി മെയ്ഡ് എന്നുള്ളതാണ്. അപ്പം മതീഷിൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഒരു കിരീടമാണ് മതീഷിൻ്റെ കയ്യിലിരിക്കുന്നത്, സ്വർണ്ണ കിരീടമാണ് മതീഷിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നു? അപ്പം മതീഷിൻ്റെ വീട്ടിൽ കിരീടം ഉപയോഗിക്കുന്ന ആരുമില്ല. അതല്ലെങ്കിൽ ഇത് എവിടെ വന്നു എന്ന് ചോദിക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അപ്പം മതീഷ് ഏതെങ്കിലും കൊട്ടാരത്തിൽ പോയി മോഷ്ടിച്ചോ അല്ലെ മ്യൂസിയത്തിൽ ഇരിക്കുന്ന അടിച്ചു മാറ്റി കൊണ്ടുവന്നോ നമുക്കറിയില്ലല്ലോ. അപ്പം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഈ കയ്യിലിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഈ കയ്യിലിരിക്കുന്ന വസ്തു ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കയ്യിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ പോലീസിനൊരു ഇൻഫർമേഷൻ കിട്ടി. പോലീസ് പറയുന്നു മതീഷിൻ്റെ കയ്യിൽ നിന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്യണം കോടതി. അങ്ങനെ കോടതിയുടെ കയ്യിൽ നിന്ന് ഉത്തരവ് മേടിക്കാൻ ചെല്ലുമ്പോൾ കോടതി ആദ്യം മതീഷിന് നോട്ടീസ് അയക്കുന്നു. മതീഷ് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത് അറ്റാച്ച് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ ബോധിപ്പിക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിങ്ങ് പോരട്ടെ, പറഞ്ഞോളൂ. അങ്ങനെ ഒരു നോട്ടീസ് ആദ്യം കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മതീഷ് കാരണം പറയുകയാണ്, ഇത് ഞാൻ കയ്യിൽ കാശുണ്ടായിരുന്നപ്പോൾ ഞാൻ മേടിച്ചതാണ്, ഇല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്നതാണ്, കുടുംബ സ്വത്താണ്, അങ്ങനെ കാരണങ്ങൾ പറയാമെന്നുള്ളതാണ്. ഇനി അടുത്തത് ഈ കോടതിയോ മജിസ്ട്രേറ്റോ എന്നൊക്കെ. അപ്പം മതീഷ് പറഞ്ഞ എക്സ്പ്ലനേഷൻ അവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതെ ഇരിക്കാം. അത് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി ഷോക്കോസ് നോട്ടീസ് കൊടുത്തതിന് ശേഷം ആ ഷോക്കോസ് നോട്ടീസിന്മേലുള്ള വിശദീകരണം കേട്ടതിന് ശേഷം ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ കോടതിക്കോ മജിസ്ട്രേറ്റിനോ റീസണബിൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതായത് റീസണബിൾ ഓപ്പർച്യൂണിറ്റി ബീയിങ് ഹേർഡ് കൊടുക്കുകയാണ്. മതിയായ അല്ലെങ്കിൽ കാര്യകാരണ സഹിതം ഉൾപ്പെടെ മതീഷിന് പറയാനുള്ളൊരു അവസരം കൊടുക്കുകയാണ്. ഓക്കെ, ഈ അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ രണ്ട് പാർട്ടികൾക്ക് അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നു. എന്നാൽ ഇതേപോലെ ഷോക്കോസ് നോട്ടീസ് കൊടുത്തിട്ടും ഇനി നമ്മൾ പറയുന്ന കാരണം മേടിച്ച ബില്ല് വരെയാണ് കൊണ്ടുവന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കോടതിക്ക് മനസ്സിലായി, ഓക്കെ ഇത് നിലവിൽ ഇതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഫർദർ എൻക്വയറി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് അത് എന്ത് ചെയ്യാം, ഉത്തരവിടാവുന്നതാണ്. അങ്ങനെ എന്നാൽ മതീഷിന് ഷോക്കോസ് നോട്ടീസ് അയച്ചിട്ട് മതീഷ് കോടതിയുടെ പരിസരത്ത് വന്നിട്ടുമില്ല, ഒരു റെപ്രസെൻറ്റേഷൻ പറഞ്ഞിട്ടുമില്ല, ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുമില്ല എന്നുണ്ടെങ്കിൽ, 14 ദിവസത്തിനകത്ത് വെച്ച് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ് പാർട്ടി ഓർഡർ ഇട്ടുകൊണ്ട്, അപ്പോൾ അതായത് മതീഷിന് പറയാനുള്ളത് മതീഷ് പറയാത്തിടത്തോളം കാലം, ഈ പാർട്ടികൾക്ക് പറയാത്തിടത്തോളം കാലം കോടതി ഉത്തരവിട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടികളെ കോടതി അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും. കാരണം അറ്റാച്ച് ചെയ്യാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് എക്സ്പ്ലനേഷൻ ആവശ്യപ്പെടുന്നത്. അത് കൊടുക്കാത്ത സാഹചര്യത്തിൽ അതെന്ത് ചെയ്യും, അതിനെ അറ്റാച്ച് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ ഇൻ്റർം ഓർഡർ ഇട്ടുകൊണ്ട് ഇതിനെയൊക്കെ അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇനി അതിനുശേഷം ഈ തരത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി മജിസ്ട്രേറ്റ് ഷാൽ ബൈ ഓർഡർ ഡയറക്ട് ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ടു റിട്ടേബിളി ഡിസ്ട്രിബ്യൂട്ട് സച്ച് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ടു ദ പേഴ്സൺ ഹു ആർ അഫക്റ്റഡ് ബൈ സച്ച് ക്രൈം എന്നുള്ളത്. ഇങ്ങനെ പിടിച്ചെടുത്ത വസ്തുക്കളൊക്കെ അഫക്റ്റഡ് പാർട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാവുന്നതാണ്. അതൊരു പ്രൊവിഷൻ പറയുന്നു. വിത്തിൻ എ പീരീഡ് ഓഫ് 60 days ഡിസ്ട്രിബ്യൂട്ട് ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എയ്തർ ബൈ ഹിംസെൽഫ് ഓർ ഓതറൈസ് എനി ഓഫീസർ. ഓക്കെ, ഈ പിടിച്ചെടുത്ത വസ്തുക്കൾ അതിൻ്റെ അവകാശികൾക്ക് എത്ര ദിവസത്തിനകത്ത് വെച്ച് 60 ദിവസത്തിനകത്ത് വെച്ച് ഒരു അടുത്ത ഉത്തരവോടുകൂടി നേരിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ സബോർഡിനേറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടോ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കാവുന്നതാണ്. എന്തിനെ, നമ്മൾ പിടിച്ചെടുത്ത വസ്തുക്കളെ എന്നുള്ളതാണ്. ഇനി
ഇഫ് ദർ ആർ നോ ക്ലെയിമൻസ് ടു റിസീവ് സച്ച് പ്രൊസീഡ്സ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എന്നാൽ ഈ മോഷണ വസ്തുക്കളാണ് നമ്മൾ ഇവിടുന്ന് പിടിച്ചെടുത്ത്, ഈ പിടിച്ചെടുത്ത മോഷണ വസ്തുക്കൾക്ക് ഇതുവരെയും എന്താണ് ആരുടെയാണെന്നോ എന്താണെന്നോ ഒന്നും ആരും ഇതുവരെ ഞങ്ങളുടെ ആണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആരും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ക്ലെയിമൻറ്റ് ഈസ് അസർട്ടൈൻ ഓർ ദർ ഈസ് എനി സർപ്ലസ് ആണെന്നുണ്ടെങ്കിൽ സച്ച് പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഷാൽ സ്റ്റാൻഡ് ഫോർ ഫീറ്റഡ് ടു ദ ഗവൺമെൻറ് എന്നുള്ളതാണ്. അതായത് അവകാശികൾക്കെല്ലാം ഈ ഇവിടുന്ന് കണ്ടുകിട്ടിയ മോഷണ വസ്തുക്കളും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്കൊക്കെ അതിനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇനി ബാലൻസ് കിടക്കുകയാണ്. അതിന് ഇതുവരെയും ആരും അവകാശികൾ വരാത്ത പക്ഷം ഇത് എവിടേക്ക് കണ്ടുകെട്ടപ്പെടും? അത് ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടപ്പെടുന്നതാണ്. ഇനി 108 പ്രകാരം മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇനി മജിസ്ട്രേറ്റിന് ഉത്തരവ് കൊടുക്കാനുള്ള ഒരു അധികാരമുണ്ട്. ഏതാണ്? അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഓക്കെ ഞാനും കൂടെ നിൽക്കാം, എൻ്റെ സാന്നിധ്യത്തിൽ സെർച്ച് നടത്തിക്കോ എന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഇനി 109 പ്രകാരം പവർ ടു ഇമ്പൗണ്ട് ഡോക്യുമെൻ്റ് എക്സെട്ര പ്രൊഡ്യൂസ്ഡ് എന്നുള്ളതാണ്. അതായത് 109 പറയുന്നു, ഹാജരാക്കപ്പെട്ട രേഖകളുണ്ടല്ലോ, കോടതിക്ക് മുന്നിൽ ആവശ്യപ്പെട്ട് കോടതി തന്നെ സമൻസൊക്കെ ചെയ്ത് സമൻസൊക്കെ അയച്ച് വിളിച്ചു വരുത്തിയ ചില രേഖകളൊക്കെ അപ്പം അവിടെ തന്നെ വെച്ച് പറയാണ് കോടതി ഈ രേഖ ഇനി ഇവൻ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട് കോടതി, അപ്പോൾ അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ വെച്ച് തന്നെ അറ്റാച്ച് ചെയ്യുക കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാജരാക്കപ്പെട്ട രേഖകളെ ആ കോടതിയിലാണല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്. ഇപ്പം മതീഷിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് കൊണ്ടുവരാൻ പറഞ്ഞു. മതീഷ് അങ്ങനെ എന്ത് ചെയ്യുന്നു? മതീഷ് റെക്കോർഡ് ചെയ്ത ഡോക്യുമെൻ്റ് മൊബൈൽ ഫോണൊക്കെ ഇവിടെ ഹാജരാകുന്നു. അതുമായി ബന്ധപ്പെട്ട ആ തെളിവെന്ന് പറയുന്നത് കോടതിയോട് ആവശ്യപ്പെടുകയാണ്, കോടതി എന്ത് ചെയ്യാനാണ്, ഈ മെമ്മറി കാർഡിനെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, എന്ത് ചെയ്യണം കോടതി, ആ മെമ്മറി കാർഡിനെ അറ്റാച്ച് ചെയ്തുവോ എന്ന് പറയുകയാണ്. അത് കോടതിക്ക് റീസണബിൾ ആണെന്ന് തോന്നുന്നു, അപ്പോൾ തന്നെ വേണമെങ്കിൽ അതിനെ അവിടെ വെച്ച് അറ്റാച്ച് ചെയ്തിടാം എന്നുള്ളതാണ് 109. അതൊരു ക്വസ്റ്റ്യനാണ്. കോടതിക്ക് മുന്നിൽ ഹാജരാക്കപ്പെട്ട രേഖകൾ അവിടെ വെച്ച് അതിനെ അറ്റാച്ച് ചെയ്യാമോ, ഇമ്പൗണ്ട് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതിനെ ഇമ്പൗണ്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതാണ് ചില റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ സംബന്ധിച്ച പരസ്പരമായിട്ടുള്ള പരസ്പര ധാരണയെന്നോ ഏർപ്പാടുകളെന്നോ ഒക്കെ പറയാവുന്നതാണ്. നടപടിക്രമങ്ങൾ സംബന്ധിച്ച പരസ്പര ധാരണകൾ അല്ലെങ്കിൽ പരസ്പര ഏർപ്പാടുകൾ എന്ന് പറയുമ്പോൾ ഈ പരസ്പരം എന്ന് പറയുന്നത് എന്താണ്? അതായത് കോടതികൾ തമ്മിലാണ്. ഏതൊക്കെ കോടതികൾ തമ്മിലാണ്? ഇന്ത്യക്കകത്ത് അതൊരു പ്രശ്നവുമല്ല. ഇന്ത്യക്കകത്ത് വെച്ചുള്ള ഈ റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ജൂറിസ്ഡിക്ഷനുള്ള ഒരു കോടതിയിൽ നിന്നും മറ്റേ കോടതിയിലേക്ക്, കാരണം നമ്മുടെ BNSS എന്ന് പറഞ്ഞ എല്ലാ പ്രൊവിഷൻസും ഇന്ത്യക്കകത്ത് എല്ലാ കോടതികൾക്കും എല്ലായിടത്തും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ അതിൽ പ്രശ്നം വരുന്നില്ല. ഇവിടുന്ന് ഒരാളെ അപ്പുറത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു കേസ് എടുത്ത് ഇവിടേക്ക് മാറ്റണമെന്നുണ്ടെങ്കിലോ, ഇവിടെ തിരുവനന്തപുരത്ത് നിന്നോ അതല്ലെങ്കിൽ കേരള സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് ഒരു പ്രോസസ്സ് സെർവ് ചെയ്യണമെന്നെങ്കിലും ഒക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്, അതങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇതിന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ വേറെ കോർട്ടെന്ന് പറയുന്നത് പ്രോസസ്സുകളെ, ഇവിടെ കോടതിയുടെ പ്രോസസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൻസ്, വാറണ്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുക, അതൊക്കെയാണ് പ്രോസസ്സുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ കോടതികളെ വേറെ കോർട്ട് ഇൻ ദ ടെറിട്ടറീസ് ടു വിച്ച് ദിസ് സംഹിത എക്സ്റ്റെൻസ് എന്നുള്ളതാണ്. അപ്പോൾ നിയമപ്രകാരം ഈ സംഹിത എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ടെറിട്ടറികൾ, പ്രദേശങ്ങൾ, അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുഴുക്ക ഇത് ബാധകമാണ്. അവിടെ ഇത് അപ്പോൾ ഈ കോഡ് അതല്ല എന്നുണ്ടെങ്കിൽ ഈ സംഹിത എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ നമ്മൾക്ക് എന്തിനുള്ള അധികാരമുണ്ട്? ഒരു സമൻസ്, അക്യൂസ്ഡ് പേഴ്സൺ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സമൻസ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുണ്ട്. വാറണ്ട് ഫോർ ദ അറസ്റ്റ് ഓഫ് ആൻ അക്യൂസ്ഡ് പേഴ്സൺ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ വന്ന് ക്രൈം നടത്തിയിട്ട് എവിടേക്ക് പോയി ഒരു ഡൽഹിക്കാരനൊരുത്തൻ ഇവിടെ വന്ന് ക്രൈം നടത്തിയിട്ട് അയാൾ തിരിച്ച് ഡൽഹിക്ക് പോയെങ്കിൽ ഡൽഹിയിലുള്ളതാണ്, അവിടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ഏത് സ്ഥലത്താണോ അയാളുടെ അഡ്രസ്സ് നോക്കുന്നു, ആ അഡ്രസ്സ് അനുസരിച്ച് ഏത് കോടതിയുടെ പരിസരത്താണെന്ന് നോക്കുന്നു, ഏത് പോലീസ് സ്റ്റേഷൻ പരിസരത്താണെന്ന് നോക്കുന്നു. സോ അവിടെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. സമൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യാം, വാറണ്ട് നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. ഇനി ഈ സമൻസ് എന്ന് പറയുന്നത്
ഈ എന്താണ് സമൻസ് ടു എനി പേഴ്സൺ റിക്വയർ ഹിം ടു അറ്റൻഡ്, അല്ലെങ്കിൽ എന്താണ് ഒരു കോടതിയുടെ ആവശ്യത്തിലേക്ക് ഇവിടെ വന്ന് ഹാജരാകൂ എന്ന് നമ്മൾക്ക് പറയാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് താടാ എന്ന് പറയാവുന്നതാണ്. സെർച്ച് വാറണ്ടുകൾ എവിടെ, അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ഇപ്പോൾ കേരളത്തിലിരിക്കുന്ന ഒരു കോടതിക്ക് എന്താണ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയി മറ്റേതെങ്കിലും ഒരു സ്ഥലം പോയി സെർച്ച് ചെയ്യാനുള്ള എന്താണ് വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇഷ്യൂ, അപ്പോൾ ഇതെല്ലാം പ്രോസസ്സുകളാണ്. ഏതൊക്കെ പ്രോസസ്സുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സമൻസ് ഇഷ്യൂ ചെയ്യാൻ, അക്യൂസ്ഡ് പേഴ്സൺ അഗെയിൻസ്റ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഇഷ്യൂ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഡോക്യുമെൻറ്റുകൾ, മറ്റേതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ കൊണ്ടുവരാൻ സെർച്ച് വാറണ്ടുകൾ. അപ്പോൾ ഇതൊക്കെ ഇഷ്യൂ ചെയ്യാൻ മാത്രമല്ല, അത് നടപ്പിലാക്കാൻ, അത് അറ്റ് എനി പ്ലേസ് എന്നുള്ളതാണ്. എക്സിക്യൂട്ടഡ് അറ്റ് എനി പ്ലേസ് എന്നുള്ളതാണ്. അറ്റ് എനി പ്ലേസ്. ഇനി ഈ എനി പ്ലേസ് എന്ന് പറയുന്നത് വിതിൻ ദ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട് ഇൻ എനി സ്റ്റേറ്റ് ഓർ എനി ഏരിയ ഇൻ ഇന്ത്യ എന്നുള്ളത് കണ്ടോ. അപ്പോൾ ഈ സംഹിത നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, ടെറിട്ടറിക്കകത്ത് തന്നെ ഈ സംഹിത വ്യാപിച്ച് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അത് മാത്രമല്ല ഈ പ്രോസസ്സുകൾ എന്താണ് സെർവ് ചെയ്യാനും ഇഷ്യൂ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും, ആ ഇഷ്യൂ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒന്ന് ഒരു സ്റ്റേറ്റിനകത്തുള്ള, അതായത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ ഇന്ത്യക്കകത്തുള്ള ഒരു സ്റ്റേറ്റിലോ, അതല്ലെങ്കിൽ ഒരു ഏരിയയിലോ, അതല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സെറ്റ് ടെറിട്ടറീസ് കണ്ടോ. അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റുകളിനോ ഏരിയകൾക്കോ പുറത്തുള്ള സ്ഥലത്തും ഇത് നടപ്പിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല ഇറ്റ് മേ സെൻഡ് സമൻസോ വാറണ്ടുകളോ രണ്ടായിട്ട്, ഡ്യൂപ്ലിക്കേറ്റ് 2 കോപ്പി അയക്കുക എന്നുള്ളതാണ്. അത് പോസ്റ്റ് വഴിയോ മറ്റേതെങ്കിലും തരത്തിൽ, അതർവൈസ് എന്താണ് മറ്റേതെങ്കിലും തരത്തിൽ പോസ്റ്റ് വഴി അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വെയർ എനി സമൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ തൊട്ട് സി വരെ പറഞ്ഞില്ലേ, ആ 3 പ്രൊവിഷൻസ്, സമൻസ് ചെയ്യാൻ, വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് നേരിട്ടോ ബൈ പോസ്റ്റോ അയക്കാവുന്നതാണ്. ഇനി അതല്ല, if the presiding officer of the court to whom is sent were a magistrate in the said territories എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യക്കകത്തുള്ള മറ്റേതെങ്കിലും സ്ഥലത്തേക്കോ ഏതെങ്കിലും സ്റ്റേറ്റുകളിലേക്കോ ഒക്കെ നമ്മൾക്ക് ഈ പ്രോസസ്സുകൾക്ക് അയക്കാവുന്നതും അവിടെ കൺസേൺഡ് ആയിട്ടുള്ള മജിസ്ട്രേറ്റിൻ്റെ പേരിൽ ഇത് അയക്കാവുന്നതും നമ്മളല്ല ഇതിന് അധികാരമുണ്ട്. അടുത്തത് രണ്ടാമത്തത് ഇൻ എനി കൺട്രി. അപ്പോൾ ആദ്യത്തെ പറഞ്ഞത് ഇന്ത്യക്കകത്ത് സംസ്ഥാനങ്ങൾക്കകത്ത് ഇന്ന ഏരിയകൾക്കകത്തും ഉണ്ട്. രണ്ടാമത്തെ ഇൻ എനി കൺട്രി ഓർ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തത് ഈ റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റുകൾ ഇന്ത്യക്കകത്ത് തന്നെ ഏത് കോടതികളിലും, അപ്പോൾ ഏത് സംസ്ഥാനങ്ങളായിക്കോട്ടെ ഏത് ഏരിയകളായിട്ട്. രണ്ടാമത് പറയുന്നു ഇന്ത്യക്ക് പുറത്തുള്ള ഏത് പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് അറേഞ്ച്മെൻറ്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് and the government of such country or the other place for service of execution of summons or warrant എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്നു എന്താണ് ഇത് ഇന്ത്യ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യവും തൊട്ടടുത്തുള്ള മറ്റൊരു രാജ്യം, ഇപ്പം നമുക്ക് ശ്രീലങ്ക എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ട്, വല്ല ട്രീറ്റി കോൺട്രാക്റ്റുകളുണ്ട്, ട്രീറ്റീസ് ഉണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് എഗ്രിമെൻറ്റുകളുണ്ട്, അന്താരാഷ്ട്ര തലത്തിലുള്ള എഗ്രിമെൻറ്റുകളുണ്ട്. എന്ത് എഗ്രിമെൻറ്റുകളാണ്? നിങ്ങളുടെ ഇവിടുന്ന് എന്താണ് വരുന്ന സമൻസുകളും വാറണ്ടുകളും ഒക്കെ ഞങ്ങളുടെ രാജ്യത്ത് നടപ്പിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്താണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് രാജ്യത്തിൻ്റെ ആ ഗവൺമെൻറ്റും തമ്മിൽ അങ്ങനെ ഒരു പരസ്പര ധാരണയുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് അതേപോലെ ഇഷ്യൂ ചെയ്യുന്നു. ബൈ പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്നു. അത് കൺസേൺഡ് ഓപ്പോസിറ്റ് കൺട്രിയിലുള്ള ആ രാജ്യത്ത് ഇതിനെ അതുപോലെ സെർവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അവിടെ എന്ത് വേണം? അവിടെ ഒരു അറേഞ്ച്മെൻറ്റ് വേണം. അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം, ട്രീറ്റി കോൺട്രാക്റ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇനി അടുത്തതാണ് ഈ കോടതി എന്ന് പറയുന്നത് വേറെ കോർട്ട് ഇൻ ദ സെറ്റ് ടെറിട്ടറി ഹാസ് റിസീവ്ഡ് ഫോഴ്സ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നും നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് ഇതേപോലെയുള്ള പ്രോസസ്സ് ഓഫ് ദി കോടതിയുടെ പ്രോസസ്സുകളെ നമ്മൾ അയച്ചു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസ്ഡ് പേഴ്സണെ സമൺ ചെയ്യാനുള്ളതോ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ളതോ, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കോടതിയിലെ ഏതെങ്കിലും ഒരു പ്രൊസീഡിങ്സ് എന്താണോ അത് വന്ന് അറ്റൻഡ് ചെയ്യാനുള്ളതൊക്കെ ആയിരിക്കാം. അതല്ലെങ്കിൽ സെർച്ച് വാറണ്ട് ആയിരിക്കാം.
ഇതെല്ലാം ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പ്രത്യേക ഏരിയയിൽ നിന്നുള്ളതോ ഒരു സ്ഥലത്ത് നടപ്പിലാക്കുന്നതിനോ ഇന്ത്യക്ക് പുറത്തുള്ള മറ്റൊരു രാജ്യത്ത് നടപ്പിലാക്കാനോ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് എന്താണ് ആ കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റിലുള്ള കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് അവർക്കായിരിക്കും ഇത് നടപ്പിലാക്കാനുള്ള അധികാരം. പക്ഷേ ഇതിനെല്ലാം പുറമെ അവിടെ എന്തുണ്ടായിരിക്കണം? ആദ്യം നമ്മൾ പറഞ്ഞ ഈ ട്രീറ്റി കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള അറേഞ്ച്മെൻറ്റ്സ് എഗ്രിമെൻറ്റ്സ് അവിടെ ഉണ്ടായിരിക്കണം. ഇനി ഈ തരത്തിലൊരു വാറണ്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എത്രയും വേഗം അത് ഇന്ത്യക്കകത്താണെങ്കിലും എങ്ങനെയായിരിക്കണം 82, 83 പ്രൊവിഷൻസ് ഒക്കെ ഫോളോ ചെയ്തിരിക്കണം. ഇന്ത്യക്ക് പുറത്താകുമ്പോഴത്തേക്കിന് ഈ വാറണ്ട് അത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് ആളെ പിന്നെ അതിൻ്റെ എക്സ്ട്രഡിഷൻ ട്രീറ്റി അവിടെ ചെല്ലുന്നു, ആളെയൊക്കെ ഇവിടേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അല്ല കുറ്റവാളികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ട്രീറ്റി കോൺട്രാക്റ്റ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ബാക്കി അറേഞ്ച്മെൻറ്റ്സുകൾ പോകുന്നത്. ഇനി സെർച്ച് വാറണ്ട് ആണ് നമ്മൾ നടപ്പിലാക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട സെർച്ചിൻ്റെ പ്രൊവിഷൻസ് എല്ലാം ആപ്ലിക്കബിൾ ആണ്. ഇനി സമൻസോ സെർച്ച് വാറണ്ടോ ഇതേപോലെ തന്നെ കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റ് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റുകൾ അതല്ലെങ്കിൽ എന്തൊക്കെയാണോ തിങ്സ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് നമ്മൾ സെർച്ച് നടപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഏത് കോടതിയാണ്, ഇന്ത്യക്കകത്തൊരു കോടതിയാണല്ലോ സെർച്ച് വാറണ്ട് മറ്റു രാജ്യത്തിലേക്ക് നടപ്പിലാക്കാൻ ഇത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അവിടുന്ന് അവരത് നടപ്പിലാക്കണം. പരസ്പര ധാരണ അനുസരിച്ച് അവർ നടപ്പിലാക്കുന്നു. അവിടുന്ന് കണ്ടെടുത്ത സാധനങ്ങളൊക്കെ ഈ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എന്താണോ പ്രോസസ്സ് എങ്ങനെയാണോ അതനുസരിച്ച് ഈ തിങ്സിനെയൊക്കെ ഇവിടേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നു. ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെർച്ചുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സെർച്ചുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ സെർച്ച് ആൻഡ് സീഷർ 96 തൊട്ട് 110 വരെ പറയുന്ന പ്രൊവിഷൻസ് ആണ്. എപ്പോഴൊക്കെയാണ് സെർച്ച് നടത്തേണ്ടത് എന്നുള്ളതാണ്. വെൻ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യണം, എപ്പോൾ സെർച്ച് വാറണ്ട് ഇഷ്യൂ ചെയ്യണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോളൻ പ്രോപ്പർട്ടികളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെ സെർച്ച് നടത്തുന്നു, ചില പ്രസിദ്ധീകരണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്, പിന്നെ അൺലോഫുള്ളായിട്ട് റോങ്ഫുള്ളായി കൺഫൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാമോ, സെർച്ച് ചെയ്യാമോ. അതുമാത്രമല്ല സെർച്ചിനുള്ള ഡയറക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം. ഇനി ക്ലോസ്ഡ് പ്രൊമൈസിൽ ബന്ധപ്പെട്ട അടച്ചിട്ട സ്ഥലങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം. മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് അധികാരിത പ്രദേശങ്ങളിൽ പോയി സെർച്ച് നടത്തിയിട്ട് കണ്ടുകിട്ടുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം. അടുത്തതാണ് സെർച്ച് ആൻഡ് സീഷർ ചെയ്യുന്ന സംഗതികളെല്ലാം ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൽ നമ്മളതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. പിന്നെ അടുത്തതാണ് ചില വസ്തുക്കൾ സീസ് ചെയ്യാനുള്ള പോലീസിൻ്റെ അധികാരം. ദെൻ അറ്റാച്ച്മെൻറ്റ് ഫോർ ഫീച്ചർ റീസ്റ്റോറേഷൻ 108 അനുസരിച്ച് ഒരു മജിസ്ട്രേറ്റിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ സെർച്ച് നടത്താൻ പറയാം. കോടതിക്ക് മുന്നിൽ ഹാജരാക്കപ്പെടുന്ന വസ്തുക്കൾ അവിടെ വെച്ച് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറയാം, ഇമ്പൗണ്ട് ചെയ്യാൻ പറയാവുന്നതാണ്. അടുത്തതാണ് റെസിപ്രോക്കൽ അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഈ പരസ്പര ധാരണകളാണ്, ഈ നടപടിക്രമങ്ങൾ സംബന്ധിച്ച ചില പരസ്പര ധാരണകളാണ്. അത് ഇന്ത്യക്കകത്ത് എങ്ങനെയാണ് ഇന്ത്യക്കകത്ത് കോടതികൾ നടപ്പിലാക്കുന്നത്, അതുപോലെ ഇന്ത്യയും മറ്റേതെങ്കിലും കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റുകളും തമ്മിലുള്ള പരസ്പര ധാരണകൾ. അപ്പോൾ ഇത്രയുമാണ് സെർച്ച് ആൻഡ് സീഷറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് ട്രാങ്ക്വിലിറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രൊവിഷൻസ് ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.